ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ പ്രിയ അഭിഷിക്തനിലൂടെ ഒരു സ്ത്രീയോട് ഇപ്രകാരം ചോദിച്ചു: സുഖമായിരിക്കുന്നുവോ? ഭർത്താവിന് സുഖമുണ്ടോ? ബാലന് സുഖമുണ്ടോ? സ്വന്തം ജീവിതത്തിലെ ക്ഷേമം അന്വേഷിക്കുന്ന ജീവുള്ള ദൈവം. മോളെ, നിനക്ക് സുഖമാണോ? മകനെ, നിനക്ക് സുഖമാണോ? വീണ്ടും അവിടെ നിൽക്കുന്നില്ല. നമ്മളെ മാത്രമല്ല, ഒരാൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയുടെ പിന്നിൽ നിലനിൽക്കുന്ന അവരുടെ തലമുറകൾ, അവരുടെ ബന്ധത്തിലും സ്വന്തത്തിലുള്ളവരെല്ലാവരെയും കർത്താവ് സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര വലിയ ഒരു കാര്യമാണത്. ഒരാൾ കർത്താവിലേക്ക് വരുമ്പോൾ അവരിലൂടെ മറ്റുള്ളവരിലേക്കും ദൈവം തൻ്റെ അനുഗ്രഹവും തൻ്റെ കൃപയും പകരാൻ ആഗ്രഹിക്കുന്നു. അവിടെയും നിൽക്കുന്നില്ല. ഭർത്താവിന് സുഖമുണ്ടോ എന്ന് ചോദിക്കുന്നു. വീണ്ടും ചോദിക്കുകയാണ്, തലമുറകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ബാലന് സുഖമുണ്ടോ? എത്ര സ്നേഹനിധിയാണ് ഈ ദൈവം! നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ക്ഷേമം അന്വേഷിക്കുന്നു ഈ നിത്യനായ ദൈവം. ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുകയാണ്. മോനെ, നിനക്ക് സുഖമാണോ? മകളെ, നീ സുഖമായിരിക്കുന്നുവോ? നീ ദുഃഖത്തിലാണോ? അതോ നിരാശയിലാണോ? ഭാരത്തിലാണോ? സങ്കടത്തിലാണോ? അതോ നീ ആത്മീയ സന്തോഷത്തിലാണോ? നിൻ്റെ ഉള്ളം സന്തോഷിച്ചാണോ ഇരിക്കുന്നത്? അത് നിരാശപ്പെട്ട് മരിച്ചാൽ മതിയെന്ന് ഓർത്തിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നല്ലവനാണ്. നമ്മുടെ ക്ഷേമം അന്വേഷിക്കുന്നു. ഈ സ്ത്രീയോട് പ്രവാചകൻ ക്ഷേമം അന്വേഷിക്കുമ്പോൾ സ്വന്തം മകൻ മരിച്ച് ഒരു ബെഡിൽ കിടത്തിയിട്ടാണ് പ്രവാചകന്റെ അടുക്കിലേക്ക് ഈ സ്ത്രീ ചെന്നത്. ഉള്ള് ചുട്ടുപൊള്ളുന്ന അനുഭവത്തിലൂടെയാണ്, തകർന്ന് കരഞ്ഞ് ഏക മകൻ മരിച്ച ആ വേദനയിലാണ് ആ സ്ത്രീ പോകുന്നത്. അപ്പോൾ ദൈവം ചോദിക്കുന്നു, സുഖമായിരിക്കുന്നുവോ? ഭർത്താവ് സുഖമാണോ? ബാലന് സുഖമുണ്ടോ എന്ന്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ നല്ല ദൈവം ഇന്ന് നിങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് നിങ്ങൾ കടന്നു പോകുന്നതായ പ്രതിസന്ധികളും വേദനാജനകമായ രോഗഗ്രസ്തമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെ എല്ലാം കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വിടുവിക്കട്ടെ, സൗഖ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ശുശ്രൂഷയിലേക്ക് വരാം. ഡോക്ടർ FB സ്റ്റോക്ക്ഡെയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമോ? അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് അദ്ദേഹം ജീവനുള്ള ദൈവത്തെ, ജീവനുള്ള ക്രിസ്തുവിനെ രക്ഷിതാകർത്താവായി സ്വീകരിച്ച ഒരു ദൈവവൈതലായിരുന്നു. അതുകൊണ്ട് വാസ്തവമായി ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ ഓരോ ദൈവമക്കൾക്കും കർത്താവ് കൊടുക്കുന്ന വലിയ ആഗ്രഹം എന്താണ്? ആഗ്രഹം, എനിക്ക് യേശുവിനെ സാക്ഷിക്കണം, യേശുവിൻ്റെ വേല ചെയ്യണം. വാസ്തവമായി ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു ദാഹമാണ് ദൈവവേല. കർത്താവിനെ സാക്ഷിക്കണം, എനിക്ക് എൻ്റെ യേശുവിനെ മറ്റുള്ളവരുടെ ഇടയിൽ ഉയർത്തണം, എന്നെ സ്നേഹിച്ച എൻ്റെ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ദാഹമാണ്. ഈ സ്റ്റോക്ക്ഡെയിലിൻ്റെ ജീവിതത്തിലും അങ്ങനെ ദാഹമുണ്ടായിരുന്നുകൊണ്ട് ചെറുപ്രായത്തിൽ അദ്ദേഹം അവസരം കിട്ടുമ്പോഴെല്ലാം എഴുന്നേറ്റ് സാക്ഷ്യം പറയും. ഒരിക്കൽ അദ്ദേഹം ഒരു വലിയ സദസ്സിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരസ്യമായ ഒരു സ്ത്രീ ആ ബാലകനായിരുന്ന കുട്ടിയോട് പറഞ്ഞു, നീ എന്നും ഇങ്ങനെ എഴുന്നേറ്റ് യേശുവിനെ കുറിച്ച് പറയുന്നു, നിനക്ക് എന്തറിയാം? നിനക്ക് ആത്മീയ ജീവിതത്തെക്കുറിച്ച് എന്തറിയാം? നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അയ്യോ, അത് അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് സങ്കടപ്പെടുത്തി. അദ്ദേഹം തളർന്നുപോയി. അതേ പ്രിയരെ, ചില ക്രൂരമായ വാക്കുകൾ, ചില നിരാശപ്പെടുത്തുന്നതായ വാക്കുകൾ നമ്മയും തളർത്താം. അദ്ദേഹം തളർന്നുപോയി. ഞാൻ ഇനി യേശുവിനെ സാക്ഷിക്കുന്നില്ല, ഞാൻ ഇനി കർത്താവിൻ്റെ വേല ചെയ്യുന്നില്ല. അദ്ദേഹം അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷേ ഭാഗ്യവശാൽ അദ്ദേഹം നിരന്തരമായി ബൈബിൾ വായിക്കുമായിരുന്നു. അത് നിർത്തിയില്ല. അത് ഭാഗ്യമായി. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവവചനം കേൾക്കുന്നതും ദൈവവചനം വായിക്കുന്നതും ദൈവവചനത്തോടുള്ള അടുപ്പം, ചില ബൈബിൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതൊന്നും നിർത്തിക്കളയരുത്. ഒരുപക്ഷെ നമുക്കൊരല്പം ആത്മീയ ക്ഷീണങ്ങളോ തളർച്ചകളോ വന്നാലും ഈ വചനം നമ്മെ ബലപ്പെടുത്തും.
ഇദ്ദേഹം ബൈബിൾ വായിച്ചു വന്നപ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കാനിടയായി. അതിലെഴുതിയിരിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ ബാലനെന്ന് പറയരുത്. ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെ സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനം അദ്ദേഹത്തെ ബലപ്പെടുത്തി. അതേ, വചനം നമ്മെ ബലപ്പെടുത്തും. നിങ്ങൾ തളർന്നിരിക്കുകയാണോ? നിരാശപ്പെട്ടിരിക്കുകയാണോ? സങ്കടപ്പെട്ടിരിക്കുകയാണോ? എന്നെ കരുതാൻ എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല, എൻ്റെ വിഷയങ്ങൾ നോക്കാൻ എനിക്ക് ആരുണ്ട്? ഒത്തിരി ആളുകളുണ്ട്, പക്ഷെ എൻ്റെ കാര്യമൊന്നും നോക്കാൻ, എൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ എനിക്ക് ആരുണ്ട്? ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ ഉണ്ട്, വലിയ കുടുംബമാണ്. പക്ഷേ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് ആരുമില്ല എന്നുള്ള ഏകാന്തതയിൽ കഴിയുന്നുണ്ടോ? ഞാൻ അടുത്ത സമയത്ത് വായിച്ചു, ഇന്ന് ലോകത്തിലുള്ള അനേകായിരം കോടിക്കണക്കിന് ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ലോൺലിനെസ് എന്ന്, ഏകാന്തത. ഒരു ഏകാന്തത ചിന്ത മനുഷ്യരെ ഭരിക്കുന്നു. യൗവനക്കാർ അവർ കൂട്ടം കൂടുമ്പോൾ അവർക്ക് സന്തോഷം, അവർ ആനന്ദിക്കുകയും മേളിക്കുകയും ഏത് തരത്തിലുള്ള ജീവിതം നയിക്കുകയും ചെയ്യും. പക്ഷേ ഒറ്റയ്ക്ക് അവരെല്ലാം ലോൺലിനെസ് അനുഭവിക്കുന്നു, ഏകാന്തത. എനിക്കാരുമില്ല. എന്താണ് പറയുന്നത്? ഞാൻ ആ കാര്യം വായിച്ചപ്പോൾ ഓർത്തു, എന്താണ് മനുഷ്യൻ്റെ ഏകാന്തതയ്ക്ക് കാരണം? അവൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴേണ്ട ക്രിസ്തു ഇല്ല എന്നുള്ളതാണ് ഏകാന്തതയ്ക്ക് കാരണം. എൻ്റെ മാന്യ സഹോദരി സഹോദരങ്ങളെ, യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാണാൽ നിങ്ങളുടെ ഏകാന്തതകൾ മാറും. ക്രിസ്തു വന്നിട്ടും ഏകാന്തതയുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ്. നിങ്ങൾ കാര്യമായിട്ട് ചിന്തിക്കണം. സ്തോത്രം. ക്രിസ്തു വന്നാൽ ഏകാന്തത മാറണം. കാരണം യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ എല്ലാ സമസ്ത മേഖലകളിലേക്കും യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ വ്യാപാരമുണ്ടാകും. മോനെ, അത് നിൻ്റെ ആരോഗ്യ മേഖലകളിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ കുടുംബജീവിതത്തിൽ, നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ, നിൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ, നിൻ്റെ ഫാമിലി ലൈഫിൽ, നിൻ്റെ എല്ലാ മേഖലകളിലും, നിൻ്റെ യാത്രകളിൽ, എല്ലാ മേഖലകളിലും സ്വാധീനിക്കുന്ന ഒരു ദൈവിക ശക്തിയായി ക്രിസ്തു പ്രവർത്തിക്കും. ക്രിസ്തു ഹൃദയത്തിൽ വന്നിട്ടും എൻ്റെ ലോൺലിനെസ് മാറിയില്ലെങ്കിൽ നീ കാര്യമായിട്ടിരുന്ന് ചിന്തിക്കണം, എവിടെയാണ് കർത്താവേ, എവിടെയാണ് എൻ്റെ ആ മേഖലയിലേക്ക് ക്രിസ്തുവിൻ്റെ കൃപയുടെ ആത്മാവ് വ്യാപരിക്കുന്നതിൻ്റെ തടസ്സം? കണ്ടെത്തി അതിലൂടെ യാത്ര പറയണം. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ചില പാപങ്ങളാകാം. ഒരുപക്ഷെ മകനെ നീ ആഗ്രഹിക്കാതിരുന്നിട്ടും നിന്റെ മേൽ അടിച്ചേൽപ്പിച്ച ചില പാപബന്ധനങ്ങളാകാം. ഒരുപക്ഷെ ലൈംഗികമായോ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിക്കുന്ന രീതിയിൽ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ ചെറുപ്രായത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ചില ഹീനകൃത്യങ്ങളാകാം. അതെല്ലാം നിങ്ങളുടെ എല്ലാ മേഖലകളിലേക്ക് ഈ കൃപയുടെ വ്യാപാരത്തെ തടുത്തു കളയും. അപ്പോൾ നിങ്ങൾക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യും. എന്നാൽ നിങ്ങൾ മാറിയിരുന്നിട്ട് കണ്ടുപിടിക്കണം, ഏതെല്ലാം തലത്തിൽ എനിക്ക് പ്രതിസന്ധികൾ വന്നു. ചെറുപ്പകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ജീവിതം മുഴുവനൊന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. പരിശോധിച്ചെല്ലാം നോട്ട് ചെയ്ത് ദൈവത്തോടത് ഏറ്റുപറയണം. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ചെറുപ്പകാലത്ത് ക്രൂരമായി ഉപദ്രവിച്ചതായിരിക്കാം. അകാരണമായി, കാരണമില്ലാതെ നിങ്ങളെ തല്ലിച്ചതച്ചതായിരിക്കാം. മദ്യപാനിയായ അപ്പൻ വന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വലിച്ചു കീറിക്കളഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയതായിരിക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിനക്ക് പഠിക്കാൻ സാഹചര്യമില്ലാത്തതായിരിക്കാം. പഠിക്കാൻ ഫീസ് കൊടുക്കാനില്ലാതെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിട്ട് മറ്റു കുട്ടികളുടെ മുമ്പിൽ അപഹാസ്യപാത്രമായി നിന്നപ്പോൾ ഹൃദയത്തിൽ വന്ന ചില മുറിവുകളായിരിക്കാം മകനെ, മകളെ. ഹല്ലേലൂയ. ഒരുപക്ഷെ പ്രേമമെന്നോ സ്നേഹമെന്നോ നടിച്ച് മകളെ നിന്റെ കൂടെ കൂടിയവൻ നിന്നെ തകർത്തതായിരിക്കാം. നിന്റെ മനസ്സിനെ സ്നേഹിക്കാതെ, നിന്റെ ശരീരത്തെ സ്നേഹിച്ച് നിന്നെ മുറിപ്പെടുത്തിയതായിരിക്കാം. ഈ മുറിപ്പാടുകളും ഹൃദയത്തിൻ്റെ മുറിവുകളെല്ലാം മാറിക്കിട്ടും. എങ്ങനെ? ക്രിസ്തുവിൻ്റെ പാദത്തിലെല്ലാം തുറക്കണം, എല്ലാം തുറക്കണം. അപ്പോൾ ക്രിസ്തു നമ്മുടെ ആ മേഖലകളിലേക്കും കടന്നു വരും. നമ്മുടെ ലോൺലിനെസ് മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ ലോൺലിനെസ് അനുഭവിച്ച ഒരാളാണ്. കാരണം എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അതായിരുന്നു. 3 ഭ്രാന്തന്മാരുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അത് ഒരു വശത്ത് പട്ടിണി, ഒരു വശത്ത് ആഹാരമില്ല, മറ്റുള്ളവർ പരിഹസിക്കുന്നു. എല്ലാം കൊണ്ട് മനസ്സും പാടി, ശരീരവും പാടി, ഹൃദയവും പാടി, തലകുമ്പിട്ടവനായിട്ടാണ് ഞാൻ ജീവിതം ആരംഭിച്ചത്.
പക്ഷേ 19-ാമത്തെ വയസ്സിൽ ജീവനുള്ള ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നു, വെളിച്ചമായി. ആ വെളിച്ചത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ പരിശോധിച്ചു. ഞാൻ അറിയാതെ എൻ്റെ കൈവശം വന്ന മോഷണ വസ്തുക്കൾ, ഒരു പക്ഷേ പേനയോ പെൻസിലോ അല്ലെങ്കിൽ ഒരു നാളികേരമോ അല്ലെങ്കിൽ ഒരു നാണയത്തൊട്ടോ ഒരു രൂപയുടെയോ 2 രൂപയുടെയോ 10 രൂപയുടെയോ നോട്ടുകൾ എല്ലാം ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ആ പ്രകാശത്തിൽ ഇരുന്നുകൊണ്ട് കണ്ടുപിടിച്ചെല്ലാം ഏറ്റുപറഞ്ഞു. ദൈവത്തോട് ഏറ്റുപറഞ്ഞു, പോരാ മനുഷ്യരോട് ഏറ്റുപറഞ്ഞു, എല്ലാവർക്കും കൊടുത്തു തീർത്തു. ലജ്ജയില്ലാതെ. ഒന്നും ലജ്ജിക്കാനില്ല പ്രിയരെ. എന്ത് ലജ്ജിക്കാൻ? നമ്മുടെ ആത്മാവല്ലേ വലുത്. എനിക്ക് കർത്താവ് അങ്ങനെ ഒരു സുബോധം തന്നു. ഈ ഭൂമിയിൽ അന്ന് 19 വയസ്സുള്ള ചെറുപ്പക്കാരനായി ഞാൻ കൂട്ടുകാരോടൊത്ത് ചില കൊച്ചു മോഷണങ്ങൾ, ഭവനഭേദനമോ വലിയ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. അതെല്ലാം ലജ്ജ കൂടാതെ സ്വന്തക്കാരുടെ അടുത്തും നാട്ടുകാരുടെ അടുത്തും അയൽക്കാരുടെ അടുത്തും വീട്ടുകാരുടെ അടുത്തും കസിൻസിൻ്റെ അടുത്തും കൊച്ചപ്പന്മാരുടെ അടുത്തും ആൻറ്റിമാരുടെ അടുത്തെല്ലാം പോയി ക്ഷമ പറയാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്താണെന്നറിയാമോ? അന്ന് മുതൽ എനിക്ക് ലോൺലിനെസ് മാറി. എൻ്റെ ഹൃദയത്തിൽ ഒരു കരുത്ത്. എന്താ അഹങ്കാരമല്ല ഞാൻ പറയുന്നത്. ആരെല്ലാം ഇല്ലെങ്കിലും യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, യേശു ഉണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ള ഉറപ്പ്. ലോകം മുഴുവൻ എതിര് നിന്നാലും എനിക്ക് സാരമില്ല, യേശു ഉണ്ടല്ലോ എന്നുള്ള ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക മേഖലകൾ യേശു ഉണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. എല്ലാം തികവൊന്നുമായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ കർത്താവിലേക്ക് വന്നതിന് ശേഷവും എനിക്ക് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, സാമ്പത്തിക മേഖലകളിൽ വന്നിട്ടുണ്ട്, കടം വാങ്ങിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. എല്ലാം ഒന്നും സമൃദ്ധിയുടെ ഒഴുക്കൊന്നും ആയിരുന്നില്ല പ്രിയരെ. പക്ഷേ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴും എൻ്റെ ഹൃദയം എന്നോട് പറയും, യേശു ഉണ്ടല്ലോ. രോഗം വന്നിട്ടുണ്ട്, മാരകമായ രോഗം എനിക്ക് വന്നിട്ടുണ്ട്. അന്നും തളരാതെ കർത്താവ് കാത്ത യേശു ഉണ്ടല്ലോ. യേശു അനേകം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒറ്റപ്പെടുത്തലിലൂടെ കടന്നു പോയിട്ടുണ്ട്, കുറ്റപ്പെടുത്തലിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തിയ ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയരെ, ഞാൻ എല്ലാം തികഞ്ഞങ്ങ് പോയ ഒരു മനുഷ്യനല്ല. ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖമേഖലകളും അനുഭവിച്ചും കണ്ടും കേട്ടും അറിഞ്ഞും എല്ലാം അറിഞ്ഞറിഞ്ഞ് പോയ ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ അന്നെല്ലാം ഞാൻ തളരാതെ വാടാതെ തകരാതെ നിന്നതിൻ്റെ കാരണം ഒരൊറ്റ കാരണമാണ്, മറ്റൊന്നുമല്ല. എൻ്റെ യേശുവിനോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. യേശു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ബലം കിട്ടാറുണ്ട്. എനിക്ക് യേശുണ്ട് ഈ മരുവിൽ എല്ലാമായെന്നും എന്നരികിൽ. ഇന്ന് നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും സ്വന്തം ഇല്ലായ്മകളിലേക്ക് നോക്കി വാടി തളർന്ന് എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് നിങ്ങൾ മനക്കോട്ട കെട്ടി കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് തൃപ്തി വരികയില്ല. യേശു നിറവോടെ വരണം. അല്ലെ, അങ്ങനെ യേശുവുമായി കണക്ട് ചെയ്തായിരിക്കണം നിങ്ങളുടെ ജീവിതം. ഔദ്യോഗിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർന്നു വരാൻ കഴിയുന്നില്ലേ? നിങ്ങൾ പറയണം, എനിക്ക് യേശുവുണ്ട്, ഞാൻ ഉയരും. പഠിത്തത്തിൽ ഉയർന്നു വരാൻ കഴിയാതെ എല്ലാം പഠിച്ചു പക്ഷേ പരീക്ഷയ്ക്ക് എല്ലാം മറന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ പറയണം, യേശുവിനെ രക്ഷിതാകർത്തമായി സ്വീകരിച്ചിട്ട് പറയണം, എനിക്ക് യേശുവുണ്ട്. യേശുവിലൂടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണം, യേശുവിലൂടെ നമ്മുടെ ബലഹീനതകളെ കൈകാര്യം ചെയ്യണം, യേശുവിലൂടെ നമ്മുടെ പോരായ്മകളെ കൈകാര്യം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നിരാശ മാറും, സ്തോത്രം, തളർച്ച മാറും, ക്ഷീണം മാറും. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവ് എനിക്ക് തന്ന കൃപ അത് മാത്രമാണ്. ഞാൻ എല്ലാത്തിലും തികഞ്ഞൊരു മനുഷ്യനല്ല പ്രിയരെ. പക്ഷേ തികവുള്ള കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ള ഉറപ്പാണ് എന്നെ ബലപ്പെടുത്തുന്നത്. എല്ലാം ശരീരത്തിൽ ചിലപ്പോൾ ക്ഷീണം വരാറുണ്ട്, പക്ഷേ ക്ഷീണങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് മുന്നോട്ടോടാൻ കർത്താവ് കൃപ തരുന്നു. യേശു എന്ന 2 അക്ഷരം. ഞാൻ എങ്ങനെ എൻ്റെ യേശുവിനെക്കുറിച്ച് നിങ്ങളോട് വിവരിക്കും? എനിക്ക് വിവരിക്കാൻ വാക്കുകളില്ല, വിവരിക്കാൻ നാവില്ല. യേശു എന്ന് കേൾക്കുമ്പോൾ, യേശു എന്ന അക്ഷരം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം തുള്ളും, എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും. യേശു, ഹല്ലേലൂയ. യേശു ഉണ്ടല്ലോ, എനിക്ക് സ്വന്തമായി യേശു ഉണ്ടല്ലോ, എന്നെ കരുതാൻ യേശു ഉണ്ടല്ലോ, എന്നെ കാക്കാൻ യേശു ഉണ്ടല്ലോ, എന്നെ പരിപാലിക്കാൻ യേശു ഉണ്ടല്ലോ, എന്നെ നടത്താൻ യേശു ഉണ്ടല്ലോ. ആരെല്ലാം ഇല്ലെങ്കിൽ യേശു ഉണ്ടല്ലോ എന്നുള്ള ഉറപ്പ്. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഉറപ്പ് കിട്ടിയാൽ നിങ്ങൾ ധന്യരായിത്തീരും. കുറേ കോടികൾ കണക്കിന് രൂപ മോനെ നിൻ്റെ ബാങ്കിൽ ബാലൻസ് കിടന്നാലും നിനക്ക് സമാധാനം കിട്ടുകയില്ല. നിനക്ക് എത്ര ആരോഗ്യമുണ്ടായാലും സമാധാനം കിട്ടുകയില്ല. എത്ര ഉന്നത ജോലി കിട്ടിയാലും പദവി കിട്ടിയാലും നിനക്ക് സമാധാനം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും യേശു വന്നാൽ സമാധാനം കിട്ടും.
ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താൻ ശ്രമിക്കട്ടെ. ഇന്ന് പ്രത്യേക ഒരു വിഷയം എടുത്തൊന്നും പറഞ്ഞില്ല എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ചില ആലോചനകളാണ് ഞാൻ ദൈവമക്കളോട് പറഞ്ഞത്. സ്വന്തമായി ഞാൻ ബുദ്ധിയിൽ നിന്ന് ആലോചിച്ചതല്ല, ഞാനിങ്ങനെ ചിന്തിച്ചതല്ല. പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അറിയുന്നു. ഈ ജീവനുള്ള ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ സുഖം അന്വേഷിക്കുന്നു, ക്ഷേമം അന്വേഷിക്കുന്നു. ഈ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുമോ? നാഥ, എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നു, എൻ്റെ രോഗമുള്ള ശരീരം അങ്ങേക്ക് തരുന്നു, എൻ്റെ ഭാരങ്ങളും നിരാശയുമുള്ള എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നു, എൻ്റെ സങ്കടങ്ങളും ലോൺലിനെസ്സും ഏകാന്തമുള്ള ജീവിതം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കൊടുക്കൂ, യേശു സ്വീകരിക്കും. കൊടുക്കൂ, യേശു അനുഗ്രഹിക്കും. കൊടുക്കൂ, യേശു വളർത്തും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കണം പ്രിയരെ. ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മാത്രം നോക്കിയിരിക്കരുത്. നിങ്ങളും യേശുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ യേശുവുമായി വലിയൊരു ബന്ധം സ്ഥാപിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.